ഹലോ ഗൈസ്, നമുക്കേ ഇന്ന് കുറച്ച് സ്ഥാനാർത്ഥികളെ പരിചയപ്പെടാം അല്ലേ? ഇവരൊക്കെ ജയിച്ച ഇന്ന് നമ്മൾ ഇച്ചിരി വലിയ വീഡിയോ ചെയ്യുന്ന കേട്ടോ, ഒരു ലോങ് വീഡിയോ. അപ്പം ടെസ്റ്റ് നമ്പർ 1. ഞങ്ങൾ ഇന്നലെ പള്ളുരുത്തി ഭാഗത്ത് പോയപ്പം അവിടെ ഗ്യാസ് കിട്ടിയതിന്റെ ഒരു സന്തോഷം പ്രകടിപ്പിക്കുകയുണ്ടായി. ഞാൻ അവർക്ക് ഗ്യാസ് എത്തിച്ചു കൊടുത്ത സന്തോഷമാണ് അവർ എന്നോട് പ്രകടിപ്പിച്ചത്. എന്തായാലും അതിന്റെ കാര്യത്തിൽ തീരുമാനമാവും അല്ലേ? ഗ്യാസ് എന്തായാലും നമുക്ക് ചേച്ചി കൊണ്ടുതരും. അതുകൊണ്ട് ചേച്ചിയെ വിജയിപ്പിക്കുക. ചിഹ്നം എന്തായിരുന്നു? മാങ്ങ, ചക്ക. ചക്കയാടേ, ചക്ക ചിഹ്നം കണ്ടില്ലേ? ചക്ക ചിഹ്നം. അപ്പൊ നമുക്ക് ചെസ്റ്റ് നമ്പർ 2ലേക്ക് കടക്കാം. ചെസ്റ്റ് നമ്പർ അൾട്ടിമേറ്റ്ലി വേടന്റെ രാഷ്ട്രീയം എന്താണെന്ന് രോഹിത്തിന് മനസ്സിലായോ? ഞാൻ മനസ്സിലാക്കിയിടത്തോളം വേടന്റെ രാഷ്ട്രീയം BJP രാഷ്ട്രീയം. ഇദ്ദേഹത്തിന്റെ കൂടുതൽ സംഭവം നമ്മൾ കാണിക്കുന്നില്ല. ഇത് കൊള്ളാല്ലേ? ഈ ഒരൊറ്റ ഡയലോഗ് തന്നെ പുള്ളി സെറ്റപ്പ് ആയിരിക്കും. പുള്ളി ജയിപ്പിക്കുക. ഓക്കെ, ചിഹ്നം എന്തായിരുന്നു? ചക്ക. ചക്ക എന്ന് കേട്ടോ, കൈതച്ചക്കല്ലേ, ഒറ്റ ചക്ക. അപ്പൊ നമുക്ക് ചെസ്റ്റ് നമ്പർ 3ലേക്ക് കിടക്കാം. ദാണ്ട് വരുന്നു. എന്റെ മകൻ ജയിക്കും, പൂഞ്ഞാറ്റ് ഞാനും ജയിക്കും. കേരള നിയമസഭയുടെ ഒരു പുതിയ ചരിത്രം, അപ്പനും മകനും ഒരേ സഭയിൽ. അത് നിങ്ങളുടെയൊക്കെ കുടുംബക്കാര്യം. പുള്ളിയുടെ ചിഹ്നം എനിക്കറിയാൻ വയ്യ കേട്ടോ. മോനും ഉണ്ട്, രണ്ടുപേരും ഒരുമിച്ച നിയമസഭയിൽ പോകാൻ പോകുന്നത് അല്ലേ? ഇവർ രണ്ടുപേരും ഒരുമിച്ചാടേ നിയമസഭയിൽ പോകാൻ പോകുന്നത്. പുള്ളി കുറെ നാൾ MLA ആയിരുന്ന ആളല്ലേ. പുള്ളി ഇനി പോവുകയാണെങ്കിൽ പുള്ളി പുതിയ പുതിയ പരീക്ഷണങ്ങളെ കൊണ്ടുവരുന്ന പറഞ്ഞേക്കുന്നത്. എന്തായാലും എല്ലാവരും ജയിപ്പിക്കുക. അടുത്തതായിട്ട് നമുക്ക് ചെസ്റ്റ് നമ്പർ 4ലേക്ക് കടക്കാം. അതിന് പറ്റിയ ആരെങ്കിലും ഉണ്ടോന്ന് നോക്കുന്നിട്ട്. സബാഷ്, ഇതാണ്ട് വരുന്നു. കുണ്ട്രയുടെ സ്വന്തം റോബിൻ. പുള്ളി ഫുള്ള് ഓട്ടം മാത്രമേ ഓടിക്കൊണ്ടിരിക്കുക. എനിക്ക് ഒന്ന് പുള്ളി ഇവിടെ വന്നത് തടി കുറയ്ക്കാനാട്ടോ. സപ്പോർട്ട് പുള്ളി ഇപ്പം തടി കുറയ്ക്കാൻ നല്ല ഓട്ടമാണ്. ഇവിടെ ആരും ഇല്ലല്ലേ? അപ്പൊ ചെസ്റ്റ് നമ്പർ 4 അല്ലേ നമ്മൾ കഴിഞ്ഞേ? ചെസ്റ്റ് നമ്പർ 5. സന്ദീപ്. ശ്രീരാമൻ എന്ന് പറയുന്ന ആള് ജീവിച്ചിരുന്നിട്ടില്ല, അതൊരു സാങ്കല്പിക കഥാപാത്രമാണ് എന്ന് കോടതിയിൽ കൊണ്ടുപോയി അഫിഡവിറ്റ് കൊടുത്തതാരാണ്? ഇതേ കോൺഗ്രസ് ആണ്. 91-ൽ ചന്ദ്രശേഖർ സർക്കാരുള്ള കാലത്ത് ഈ അയോധ്യയിലെ പ്രശ്നം, ആ ഭൂമി വിട്ടുകൊടുക്കാൻ മുസ്ലിം വിഭാഗം തയ്യാറായ സമയത്ത് അതിനെ പാര വെച്ചുകൊണ്ട് 2 ഡൽഹി പോലീസുകാർ രാജീവ് ഗാന്ധിയുടെ വീട്ടുപടിക്കൽ കണ്ടുവരുന്ന തൊടുന്യായം പറഞ്ഞുകൊണ്ട് സർക്കാരിനെ താഴെ വലിച്ചെടുത്താരാണ് ഇതേ കോൺഗ്രസ്. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ കോൺഗ്രസ്സുകാരെയാണ്. എന്നിട്ട് പുള്ളി ഇപ്പൊ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. എന്തൊക്കെയാണ് നടക്കുന്നത് ഗൈസ് ഇവിടെ? എന്തൊക്കെയാണ് നടക്കുന്നത്? നമുക്ക് ഒരാളെ കണ്ടിട്ട് നിർത്താം കേട്ടോ. നമുക്ക് ചെസ്റ്റ് നമ്പർ 6ലേക്ക് പോകാം. ചെസ്റ്റ് നമ്പർ 6 നമ്മുടെ പ്രിയപ്പെട്ട ചേച്ചി. കൈപ്പത്തി അടയാളത്തിലാണ് വോട്ട് ചെയ്യേണ്ടത്. അരിവാൾ കൈപ്പത്തി UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് മാത്രം പറഞ്ഞുകൊണ്ട് അല്ലേ? ഇവരൊക്കെ ജയിച്ച് പോയാലുള്ള അവസ്ഥ എന്തായിരിക്കും എന്ന് നിങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്താൽ കൊള്ളാം. കൂടാതെ നിങ്ങൾക്ക് ഈ 6 പേരിൽ ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥി ആരാണെന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യുക. നമുക്ക് ബാക്കിയുള്ള സ്ഥാനാർത്ഥികളുടെ കോമഡികളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ ഓക്കെ ഗൈസ്, ടാറ്റാ, ബൈ ബൈ.